ഇതാണ് ഞങ്ങളുടെ സ്വപ്ന ഭവനം. ട്രഡീഷണൽ രീതിയിലൊരു വീട് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വീടിൻ്റെ ഭംഗിയിൽ വ്യത്യാസം വന്നതുകൊണ്ട് കാരണം നമുക്കറിയാം ഒരാളുടെ ജീവിതത്തിൽ ആകെ ഒരു തവണയാണ് ഒരു ഭവനം നിർമ്മിക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു വീടായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിരവധി വീടുകൾ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഒരു കണ്ടംപററി ശൈലിയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് യോജിച്ച രീതിയിൽ തന്നെ ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ആർക്കിടെക്റ്റിനെ കണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞിരുന്നു, 4 ബെഡ്റൂം വേണം, ഈ ബെഡ്റൂമിനെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങൾ വേണം, അതുപോലെ തന്നെ ഒരു ഫോർമൽ ലിവിങ്, ഒരു ഫാമിലി ലിവിങ്, 2 കിച്ചൺ വേണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം, ഇങ്ങനെയാണ് നമ്മുടെ വീട് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിന് ആവശ്യത്തിന് ലൈറ്റും കാറ്റും കിട്ടുന്ന രീതിയിലൊക്കെ ആയിരിക്കണം വീട് നിർമ്മിക്കേണ്ടത് എന്നുള്ള രീതിയിലും നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്കൊരു സ്വപ്ന ഭവനം അദ്ദേഹം നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുന്നത്. വീടിനെ മനോഹരമാക്കുന്നത് പല ലെയറുകളുള്ള പാരപെറ്റ് ഡിസൈൻ വർക്കുകളാണ്. ഭംഗിക്ക് വേണ്ടി അവിടെയും സ്ക്വയർ ട്യൂബ് ഡിസൈനുകളാണ് നൽകിയിരിക്കുന്നത്. റൂഫ് പാരപെറ്റിലും സ്ക്വയർ ട്യൂബുകളുടെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കോൺസെപ്റ്റിൽ സ്ക്വയർ ട്യൂബുകൾ നൽകി പർഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പാരപെറ്റ് ഡിസൈനുകളിലും കട്ടിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് ധാരാളം വെളിച്ചം കിട്ടുന്നതിനായി ഗ്ലാസ് വർക്ക് ഡിസൈനുകളും ഇവിടെ കാണാം. വാഴക്കുളത്തുള്ള എൻ്റെ ക്ലയൻറ്റ് മിസ്റ്റർ മനോജും ഫാമിലിയും എന്നെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ 7 സെൻറ്റ് ഉള്ളൊരു പ്രോപ്പർട്ടിയിൽ ഒരു കൊച്ചു സുന്ദര വീട് എന്നുള്ളൊരു സ്വപ്നമായിട്ട് അവർ എൻ്റെ അടുത്ത് വന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ക്ലയൻറ്റിൻ്റെ ഒപ്പം സൈറ്റിലെത്തി. ഒരു 15 മീറ്റർ ബൈ 18 മീറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അത്, സൗത്ത് ഫേസിങ് പ്രോപ്പർട്ടി. അപ്പോൾ ചുറ്റുപാടും ഒരു തനി നാട്ടിൻപുറം. സൗത്ത് വാഴക്കുളം എന്ന് ആലുവയിൽ നിന്ന് വളരെ അടുത്തൊരു ഗ്രാമമാണ് അന്തരീക്ഷം. ഗ്രാമങ്ങളിൽ നിൽക്കുന്നൊരു അന്തരീക്ഷമാണെങ്കിലും ഈ പറഞ്ഞ ക്ലയൻറ്റിന് അവർക്ക് കുറച്ച് മോഡേൺ മിനിമലിസ്റ്റ് ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണ് അവർക്ക് താല്പര്യം. എന്നാലും ഈ കണ്ടംപററി ഒരു എക്സ്ട്രീം മിനിമലിസ്റ്റ് സ്റ്റൈലിൽ പോകാണ്ട് നമുക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെ ചെറിയ രീതിയിൽ ഓർണമെൻറ്റേഷൻസും, കാരണം അതിനൊപ്പം ഒരു മിനിമലിസ്റ്റ് പോയാൽ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഓർണമെൻറ്റേഷൻ അടങ്ങിയുള്ള ഒരു മിനിമലിസ്റ്റ് സ്റ്റൈല് സെൻട്രൽ തീം ആക്കിക്കൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ രൂപകൽപ്പന ഞാൻ പ്ലാൻ ചെയ്തത്. അധികം മുറ്റമില്ലെങ്കിലും ഉള്ള സ്പേസിൽ ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കിയിരിക്കുകയാണ്. നോക്കിയാൽ അറിയാൻ പറ്റും, നമുക്കവിടെ സ്പേസ് വളരെ പരിമിതമായിട്ടുള്ളൊരു സ്പേസാണ് നമുക്ക് മുറ്റത്ത്. പക്ഷേ ഉള്ള മുറ്റം വളരെ ഭംഗിയായി നമ്മൾ ടൈലിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാക്സിമം സ്പേസ് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും ഗ്രേയിൻ്റെയും കളർ കോമ്പിനേഷനുകളാണ് ഇവിടെ പേവിംഗ് ടൈൽസിൽ നൽകിയിരിക്കുന്നത്. ഈ വീട് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ക്രോസ് വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റിങ്ങും. പല വീടുകളിലും നമ്മൾ ഇപ്പോൾ പുതിയ വീടായിക്കോട്ടെ പഴയ വീടായിക്കോട്ടെ, വീടിൻ്റെ അകത്ത് കയറുമ്പോൾ ഈവൻ ഡേ ടൈമിലും ലൈറ്റ് ഇടേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വായുസഞ്ചാരമില്ലാത്ത
ഒരു കൺജസ്റ്റഡ് സ്റ്റഫി ആയിട്ടുള്ള വീടുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ക്വാളിറ്റി ഓഫ് ലിവിങ് ഇൻസൈഡ് ഹൗസ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല ഡിഫറെൻറ്റ് രീതിയിലുള്ള വിൻഡോസും ഓപ്പണിങ്സും നമ്മളിപ്പോൾ വീടിനകത്ത് കാണാം. പുറത്ത് നോക്കുമ്പോൾ തന്നെ ഈ കാണുന്ന ക്ലിയർ സ്റ്റോറി ലൈറ്റിംഗ് അത് ഒരു ഡെഫിനറ്റായിട്ട് ലൈറ്റിംഗ് ക്വാളിറ്റി അകത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ടൂളാണത്. അത് വീടിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ പല ലൊക്കേഷൻസിലും നമുക്ക് ലാർജ് ഓപ്പണിങ്സ്, പിന്നെ ഡബിൾ ഹൈറ്റ് വോളിയം, ഡബിൾ ഹൈറ്റിനുള്ള ക്ലിയർ സ്റ്റോറി വിൻഡോസ് എല്ലാം നമുക്ക് കാണുന്നതായിരിക്കും. ധാരാളം ചെടികളെല്ലാം നൽകി ഈ ഒരു ഏരിയയെ മനോഹരമാക്കിയിട്ടുണ്ട്. എലിവേഷന്റെ ഈ സെൻട്രൽ വാളിൽ ക്ലാഡിംഗ് ടൈൽസ് ആണ് നൽകിയിരിക്കുന്നത്. കണ്ടംപററി ഡിസൈനിലുള്ള ഈ വീടിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് വാളിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രൊജക്ഷനുകൾ തന്നെയാണ്. പർഗോള ഡിസൈൻ ആണ് എലിവേഷനെ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം. ഗ്ലാസ് ആണ് അതിന്റെ മുകളിൽ നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള സ്ട്രിപ്പ് ഡിസൈൻ ആണ് ഈ ഏരിയയെ ഭംഗിയാക്കുന്നത്. ഈ ലാർജ് ബ്ലാങ്ക് വാളുകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ മോണോട്ടോണിക് ഉണ്ട്, നമുക്ക് ഒരു ചെറിയ അലസത തോന്നുന്നു. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ചെറിയ ഗ്രൂപ്പ് പാറ്റേൺസും കളർ വേരിയേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീടിന്റെ എലിവേഷനോട് മാച്ച് ആകുന്ന തരത്തിൽ വീടിനോട് ചേർന്നാണ് ഇവിടുത്തെ കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ സ്ട്രക്ചറിലാണ് കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ഇവിടെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എലിവേഷനിൽ കണ്ട സ്ട്രിപ്പ് ഡിസൈൻ തന്നെയാണ് ഇവിടെ പില്ലറുകളിലും വോളുകളിലും നൽകിയിരിക്കുന്നത്. മോഡേൺ രീതിയിൽ തന്നെ 2 പാളികൾ ആയിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിന്റെ ഫോർമൽ ലിവിംഗ് റൂം. 2 സൈഡുകളിലും സോഫകളെല്ലാം കൊടുത്താണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഭവനത്തിലേക്ക് കയറുമ്പോൾ ആദ്യമായി 2 പാളി ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കിഴക്കോട്ട് ദർശനമായിട്ട് തന്നെയാണ് ഈ 2 പാളി ഡോറും കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു വലിയ ഡോറും പിന്നെ ഒന്നൊരു ചെറിയ ഡോറ് എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ ഡോറ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് തുടർന്ന് നമ്മൾ ഈ ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. ഫോർമൽ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ആളുകൾക്ക് പ്രൈവസിയോട് കൂടിയിരുന്ന് സംസാരിക്കാനും എന്നാൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിലേക്കുമാണ് നമ്മൾ ഈ ഫോർമൽ ലിവിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. ഇരിപ്പിടം തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മളിരുന്ന് സംസാരിക്കാനും നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നേരിട്ട് സംസാരിക്കാൻ ഉതകുന്ന രീതിയും അതോടൊപ്പം തന്നെ പകൽ നമുക്ക് ലൈറ്റിൻ്റെ പ്രസൻസ് നല്ല രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ വിൻഡോയുടെ മുകളിൽ ഒരു വെന്റിലേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് നമുക്ക് പകൽ സമയങ്ങളിൽ നമുക്ക് ഇവിടെ ആവശ്യാനുസരണം വെളിച്ചം നമ്മുടെ ഈ ഫോർമൽ ലിവിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നു വരുമ്പോൾ തന്നെ ഈ ലിവിംഗ് റൂമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ രവിവർമ്മ പോർട്രേറ്റ് ആണ്. മാക്സിമം നാച്ചുറൽ ലൈറ്റ് ലിവിംഗ് ഏരിയയിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു വെന്റിലേറ്റർ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂമിന്റെ മറ്റൊരു അട്രാക്ഷൻ ഇതിന്റെ സെൻട്രലിൽ കൊടുത്തിരിക്കുന്ന ട്രഡീഷണൽ ആയ ഈ നിലവിളക്കാണ്. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യ സ്നോജ, ഇത് അമ്മ ലീല, ഇതെൻ്റെ മൂത്ത മകൻ ശിവദേവ് മനു. ശിവദേവിന് സയൻസിൽ കുറച്ച് താല്പര്യമുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് ഒരു അപ്രീസിയേഷൻ ശിവദേവിന് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ സയൻസ് എക്സിബിഷനിൽ സ്റ്റേറ്റ് വിന്നറാണ്. ഞങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. കുഴൽക്കിണറിൽ വീണവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടിനെ കണ്ടുപിടിച്ചത് ശിവദേവും സുഹൃത്തൊരു സൂര്യ ജോസും കൂടിയിട്ടാണ്. രണ്ടാമത്തെ മകനാണ് വസുദേവ് മനു. അപ്പോൾ ഈ വീട് പണിയുന്ന സമയത്ത് എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഈ വീട്ടിൽ അടുക്കളയെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് പൂജാമുറി വേണമെന്നുള്ള ഒരു നിർബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നു. തീർച്ചയായും എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ച് തന്നെ നമുക്കൊരു വീട് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു. വീടിന്റെ മോഡേൺ ശൈലിക്ക് അനുസൃതമായ ഒരു മോഡേൺ സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റ്സ് എല്ലാം കൊടുത്ത് ഈ ഒരു ഏരിയയെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നു വരുമ്പോൾ തന്നെ ഒരു സ്ട്രിപ്പ് ഡിസൈൻ നമുക്കിവിടെ കാണാം. ലിവിംഗ് റൂമിൽ നിന്ന് മറ്റു റൂമുകളിലേക്ക് പോകുന്ന ഈ ഒരു പാസേജിൽ ഒരു ഇന്റീരിയർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യൂരിയസുകളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ നടന്നെത്തുന്നത് വിശാലമായ ഈ ഡൈനിങ് ഏരിയയും
ഫാമിലി ലിവിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഹാളിലേക്ക്. വീട്ടിലെ എല്ലാവരും തന്നെ ഈശ്വരവും രക്ഷകവും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പോകുന്നവരാണ്. അതോടൊപ്പം വീടിൻ്റെ അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും പൂജാമുറിയെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനനുസരിച്ച് തന്നെയാണ് ഞങ്ങളുടെ ഡ്രീം ഹോമിൽ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നത്. 8 പേർക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മളൊരു ബെഞ്ചും നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ബെഞ്ചിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് തടസ്സമില്ലാതെ ആയാസരഹിതമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ബെഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വുഡിലും ഗ്ലാസ്സിലുമാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തത്. അത് നമ്മൾ ഇവിടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന തടികൾ ഉപയോഗിച്ചിട്ട് പ്രാദേശികമായിട്ടുള്ള കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് തന്നെയാണ് ഈ ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ നല്ല വിശാലമായിരിക്കണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾക്ക് കുക്കും ചെയ്യാം. ഫാമിലി മെമ്പേഴ്സ് വന്നിരുന്നാൽ നമുക്ക് ലിവിംഗ് റൂമിലിരുന്ന് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. എല്ലാവരുമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സ്പേസ് വേണമെന്നായിരുന്നു ആഗ്രഹം. ഡൈനിങ് ഏരിയയുടെ മുകളിലും മനോഹരമായൊരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് സ്റ്റെയർ കേസിൻ്റെ സ്പേസ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഒഴിച്ചിടുകാറാണ് പതിവ്. അത് പിന്നീട് ഉപയോഗശൂന്യമായി പലപ്പോഴും ആറാമ്പലേക്ക് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് ആ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൂടിയാണ് നമ്മളിവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് വളരെ പ്രോക്സിമിറ്റി കൊടുത്താണ് ഇവിടെ കോമൺ വാഷ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ ബോട്ടം ഏരിയ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ക്രോക്കറി ഷെൽഫ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ക്രോക്കറി ഷെൽഫിൽ കാരണം നമുക്കിവിടെ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് തന്നെ ക്രോക്കറി ഷെൽഫ് വേണമെന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ നമുക്കിവിടെ വരുന്ന ഗസ്റ്റ് ഏകദേശം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും, അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് തന്നെയാണ് അതിൽ അത്രയധികം പാത്രങ്ങൾ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഇവിടെ ക്രോക്കറി ഷെൽഫ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഹാളിൽ ഡൈനിങ് ഏരിയയ്ക്ക് ചേർന്ന് തന്നെയാണ് ഫാമിലി ലിവിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും മനോഹരമായ മോഡേൺ ശൈലിയിലുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണുന്നതിനായി വലിയൊരു TV യൂണിറ്റും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഡിസൈനിന്റെ മുകളിൽ ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മൊമോണ്ടോകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഹാളിന്റെ ഒരു ബ്യൂട്ടി സ്പോട്ട് എന്ന് തന്നെ പറയാം ഈ വെർട്ടിക്കൽ ഗാർഡൻ. കുടുംബാംഗങ്ങൾക്കെല്ലാം ഒത്തൊരുമിച്ച് പ്രൈവസിയോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്നുള്ള നിലയ്ക്കാണ് ഈ ഏരിയ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്നുള്ള നിലയ്ക്കാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് TV കാണുന്നതിനും ആഹാരം കഴിക്കുന്നതിനും സൗകര്യപ്രദമായിരുന്ന രീതിയിലേക്ക് തന്നെയാണ്, അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഒരു കോർട്ട് യാർഡിൻ്റെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് നല്ല രീതിയിലേക്ക് പ്രകാശവും അതുപോലെ തന്നെ കാറ്റും വീടിനകത്തേക്ക് പ്രവേശിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടും നമുക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മളൊരു കോർട്ട് യാർഡ് കൺസെപ്റ്റിൽ തന്നെയാണ് നല്ല രീതിയിൽ പ്രകാശം അകത്തേക്ക് കയറുന്നതിനും അതോടൊപ്പം ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാറ്റ് നമുക്ക് അകത്തേക്ക് കിട്ടും. പക്ഷേ നമുക്കൊരു സേഫ്റ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മളൊരു ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു സേഫ്റ്റി ഗ്രില്ലും പിന്നെ ഒരു വാളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ സേഫ്റ്റി ഗ്രില്ലും വാളും കൊടുത്തപ്പോഴും ലൈറ്റിനും കാറ്റിനും തടസ്സമില്ലാത്ത രീതിയിൽ തന്നെയാണ്, നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കിച്ചണാണ് നമ്മുടെ വീടിനുള്ളത്. ഒന്ന് വർക്കിംഗ് കിച്ചൺ, ഇന്നൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കിച്ചണിൽ നമുക്ക് പാചകം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് സെർവ് ചെയ്യണ എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തത്. അത് നമ്മൾ വീട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വർക്കിംഗ് കിച്ചണിലാണ്. വർക്കിംഗ് കിച്ചണിലും നമുക്ക് ആയാസരഹിതമായിട്ട് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് വർക്കിംഗ് കിച്ചണിലും
ലഭ്യമാക്കിയിരിക്കുന്നത്. എനിക്ക് മോഡുലാർ കിച്ചൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വളരെ അത്യാവശ്യമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഞാനും രാവിലെ ജോലിക്ക് പോകുന്നു, മക്കൾ സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പാചകം ചെയ്ത് ഡയറക്റ്റായിട്ട് ഡൈനിങ് ടേബിൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. മാത്രമല്ല TV കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് TVയും വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫാമിലിയായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നാച്ചുറൽ ലൈറ്റ് ധാരാളം കിട്ടുന്നതിനായി മുകളിൽ കട്ടൗട്ടുകൾ നൽകിയിട്ടുണ്ട്. കിച്ചണിലും മനോഹരമായ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഡെയിലി യൂസിന് ആവശ്യമായ രീതിയിൽ തന്നെയാണ് ഈ വർക്കിംഗ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഫീലിലുള്ള ടൈലുകളാണ് കിച്ചണിന്റെ ഫ്ലോറിലും നൽകിയിരിക്കുന്നത്. എടുത്തു പറയത്തക്ക ഒരു ക്യാരക്ടർ ഇതിൽ നമുക്ക് ഫാമിലി ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഹ്യൂജ് സ്പേസ്, ഡൈനിങ്, ലിവിംഗ്, കിച്ചൺ ഇതെല്ലാം മേർജ് ചെയ്ത് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസാണ്. ഈ സ്പേസാണ് ഇവരുടെ ഏറ്റവും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പേസ്. അപ്പോൾ ഈ സ്പേസിൽ വായുസഞ്ചാരം, വെളിച്ചം, ക്വാളിറ്റി ഓഫ് സ്പേസ് ഇത് അത്രയധികം ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡിസൈൻ. ഞങ്ങൾ ബെഡ്റൂം ഫർണിഷിങ്ങിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കൂടുതൽ സ്പേഷ്യസ് വേണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ വെളിച്ചം വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്, നാച്ചുറൽ ലൈറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ക്രോസ് വെന്റിലേഷൻ എല്ലാ റൂമുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, വാർഡ്രോബ്, ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. പാരന്റ്സ് റൂമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് ഏരിയയും അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്ന ഒരു എൻറ്റയർ സ്പേസ് ഒരുപാട് ഏരിയ കവർ ചെയ്യാണ്ട് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മുകളിൽ നമുക്ക് പെർഗോള ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ ഡേ ടൈമിൽ വരുമ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് ഇത്ര ഒരു ലാർജ് ഓപ്പൺ പ്ലാൻ ആണെങ്കിലും വിൻഡോസൊക്കെ ഡീപ്പ് പ്ലാൻ ആണെങ്കിലും ഡേ ലൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത്. കണ്ടംപററി പാറ്റേണിലുള്ള ഒരു ഡിസൈനാണ് സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത്. ഈ വലിയ ഹാളിൽ സ്പേസ് ഒട്ടും എടുക്കാതെ തന്നെ ഒരു സൈഡിലായിട്ടാണ് ഈ സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. വുഡിൻ്റെയും ഗ്ലാസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഹാൻഡ് റെയിൽസിന് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിന് 2 റസ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നേരിട്ട് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ താഴെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ഏരിയയാണ്. വാഷ് ഏരിയയുടെ മുകൾ ഭാഗം നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് റീഡിങ്ങിനും അതോടൊപ്പം തന്നെ ബുക്സൊക്കെ വയ്ക്കാനായിട്ടൊരു ഷെൽഫും എന്നുള്ള രീതിയിലേക്കാണ് ഈ റൂം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് മെറ്റൽ ഫ്രെയിം ചെയ്തിട്ട് മെറ്റൽ ഫ്രെയിമിൽ നമ്മൾ വുഡൻ ലെയറായിട്ട് നമ്മളിതിനകത്ത് കൊള്ളിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ വുഡ് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് നമ്മൾ ഗ്ലാസ് നമ്മൾ വുഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മെറ്റൽ ഫ്രെയിം ചെയ്തിട്ട് മെറ്റൽ ഫ്രെയിമിലാണ് നമ്മൾ ഡയറക്റ്റ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ മെറ്റൽ ഫ്രെയിമിൻ്റെ ഔട്ടർ ഏരിയ നമ്മൾ വുഡൻ പാനൽ വെച്ചിട്ട് പാനൽ ചെയ്ത് കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പിലും നമ്മൾ LED ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്സിനും നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ നമുക്ക് ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ തീർച്ചയായും നല്ല പ്രകാശമാണ്. മറ്റ് ലൈറ്റുകളില്ലെങ്കിൽ പോലും നമുക്ക് അനായാസമായിട്ട് നമുക്ക് സ്റ്റെപ്പ് മുകളിലേക്ക് വരുന്നതിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരു അപ്പർ ഫാമിലി ലിവിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഏരിയ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രൈവസിയോടുകൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നന്നായിട്ട് കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ താഴത്തെ ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഫാൾ സീലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ തന്നെ, എന്നാൽ അതോടൊപ്പം ഫാൾ സീലിങ്ങിൽ നിന്ന് കിട്ടുന്ന അതേ ഫീലോടുകൂടി കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ഇവിടെ വീടിൻ്റെ മുകളിലത്തെ നിലയുടെ കോൺക്രീറ്റ് വർക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ LED ലൈറ്റ് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അതിനനുസരിച്ച് തന്നെ LED ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഫെസിലിറ്റി
കോൺക്രീറ്റിൻ്റെ സമയത്ത് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 2 കുട്ടികളാണ് എനിക്കുള്ളത്, ശിവദേവും വസുദേവ്. അപ്പോൾ ഒരു ബെഡ്റൂം വസുദേവും, ഒരു ബെഡ്റൂം ശിവദേവുമാണ്. എൻ്റെ പേര് വസുദേവ് മനു. ഇതാണ് എൻ്റെ റൂം. ഈ മുറിയിൽ എനിക്ക് പഴയ വീട്ടിൽ സെപ്പറേറ്റ് റൂമൊന്നും ഉണ്ടായില്ല. ഈ വീട്ടിലായപ്പോൾ അതൊക്കെ ഉണ്ടായി. പിന്നെ എനിക്ക് പഠിക്കാനാണെങ്കിലും ഒരു പ്രൈവസി കിട്ടും. ഞാൻ ഒച്ച പുറത്തേക്കൊന്നും കേൾക്കാണ്ട് നമുക്ക് സുഖമായിട്ടിരുന്ന് പഠിക്കാം. എൻ്റെ പേര് ശിവദേവ് മനു. ഇതാണ് എൻ്റെ റൂം. എനിക്ക് പഴയ വീട്ടിൽ വെച്ച് സെപ്പറേറ്റ് ഒരു റൂം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ സെപ്പറേറ്റ് ഒരു റൂം കിട്ടി. അപ്പോൾ പ്രൈവസി കുറച്ചും കൂടെ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ അവിടെ പഠിക്കാനായിട്ട് സ്റ്റഡി ടേബിളും ബാക്കി സൗകര്യങ്ങളും കുറവായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ റൂമിലിരുന്ന് തന്നെ പഠിക്കാം. നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കണ്ട ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇത്. ഫ്രണ്ട് ഏരിയയിലെ ഓപ്പൺ സ്പേസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7 സെൻറ്റിൽ ഈ വീട് വന്നപ്പോൾ നമുക്ക് താഴെ മുറ്റം വളരെ കുറവായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിനായിട്ടാണ് ഇവിടെ ഈ ബാൽക്കണി ഏരിയ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് പ്ലാനിങ് സമയത്ത് തന്നെ നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മുറ്റത്തിൻ്റെ പരിമിതി പരിഹരിക്കുന്ന രീതിയിലേക്കായിരിക്കണം ഈ ബാൽക്കണി ഏരിയ എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു ഇരിപ്പിടം നൽകിയാണ് ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ വാഷ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ അയൺ ചെയ്യുന്നതിനും കൂടാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനും ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതിനും മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനും പറ്റുന്ന ഒരു ഏരിയ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇത്രയും ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. അതുകൂടാതെ രാവിലെ വൈകുന്നേരവും എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന ഭാവിയിലേക്ക് ഉതകുന്ന രീതിയിലേക്കും നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 7 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രം നമുക്ക് 1700 സ്ക്വയർ ഫീറ്റ് വന്നു. മൊത്തം 4 ബെഡ്റൂമും ഒരു ഫോമൽ ലീവ്, ഫാമിലി ലിവിങ്, ഓപ്പൺ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഷ് ഏരിയയുടെ മുകൾ ഭാഗം നമ്മളൊരു റീഡിംഗ് റൂം പോലെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ 2 റെസ്റ്റാണ് ഉള്ളത്. അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ റീഡിംഗ് റൂം പോലെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു ഫോമൽ ലിവിങ്ങുമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെങ്കലിലാണ് വീട് പണിതിരിക്കുന്നത്.